Experience. കുന്തം വിഴുങ്ങിയിരിക്കുക. വിഴുങ്ങിയങ്ങിരുന്നോ, പ്രശ്നത്തിന് പരിഹാരമൊന്നും കാണണ്ട. പിന്നെ ഞാൻ മുറ്റത്തിറങ്ങുന്നത് ഡാൻസ് കളിക്കാടി അല്ലെങ്കിൽ തലകുത്തി മറിയാം, അപ്പൊ പ്രശ്നങ്ങൾ തീരുമോ? മറിഞ്ഞോ, ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലല്ലോ. മുറ്റത്ത് കിടന്ന് ഡാൻസ് കളിക്കോ തലകുത്തി മറിയോ എന്തെങ്കിലുമൊക്കെ ചെയ്. അവിടെ കിടന്ന് പ്രസംഗിക്കാനായിട്ടല്ലോ വി ഹെൽപ്പ് തുടങ്ങുമെന്ന്. നിങ്ങൾ എന്തെടുത്തിട്ട് വെച്ച് തുടങ്ങും? അതൊന്ന് പറഞ്ഞേ. ഒരു തരി പൊന്നുണ്ടോ കയ്യില്? ഒരു 10 പൈസ ഉണ്ടോ എടുക്കാനായിട്ട്? 4 കാലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നല്ലോ. എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കിയോ? എന്നിട്ട് വി ഹെൽപ്പ് തുടങ്ങുന്നു. പിന്നെ എന്റെ ആങ്ങളയുടെ പൈസ കണ്ടിട്ടാണ് ഈ തുള്ളലെങ്കിലും ഉണ്ടല്ലോ, വേണ്ട, നടക്കൂല. നിന്റെ ആങ്ങളെ കണ്ടോണ്ടല്ലേ ഞാൻ ജീവിക്കണത്. ആണല്ലോ, അവൻ ലോക നക്കിയാണെന്ന് ഈ നാട്ടുകാർക്ക് മുഴുവനും അറിയാം. ആ നക്കിയുടെ കയ്യിൽ നിന്ന് ഇഷ്ടംപോലെ മേടിച്ച് നക്കിയിട്ടുണ്ടല്ലോ. അന്നേരം നാളുണ്ടായില്ലേ? തിരിച്ചു കൊടുത്തിട്ടുണ്ട്. കുറെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വി ഹെൽപ്പ് തുടങ്ങുമെന്ന് പറഞ്ഞാൽ ക്ലീറ്റസ് മത്തായിയാണ് പറഞ്ഞ അത് തുടങ്ങിയിരിക്കും. അത് എങ്ങനെ തുടങ്ങണം, എപ്പോൾ തുടങ്ങണം, ഏത് രീതി തുടങ്ങണം എന്നുള്ളതൊക്കെ എനിക്കറിയാം. അതിലാരും തലയിടയും വേണ്ട, ആരുടെ എനിക്ക് സഹായവും വേണ്ട. അല്ലെങ്കിൽ ആര് തലയിടാൻ വരുന്നത്? ഒരാളും നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ വരുന്നില്ല ഇനി. പിന്നെ ഈ ഉണ്ടാക്കി വെച്ച കടങ്ങളൊക്കെ അങ്ങ് തീർത്തോളണം. പണ്ടായിരുന്നെങ്കിൽ ബക്കറ്റ് പിരിവെന്നെങ്കിലും പറഞ്ഞ് ഇറങ്ങായിരുന്നു. ഇപ്പൊ പാർട്ടിയുടെ പേര് പറഞ്ഞാൽ അവരെ ഓടിക്കും നിങ്ങൾ. നിന്റെ കുടുംബത്തിന്റെ 10 പൈസയുടെ സഹായം അല്ലാതെ ഇത് നടത്താൻ എനിക്കറിയാം. അത് നടത്തി ഞാൻ കാണിച്ചു തരുകയും ചെയ്യും കേട്ടാ. കടയെ കണ്ടെങ്ങനെയുണ്ട്? എന്ന് തുടങ്ങുന്നു. കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്. പിന്നെ എൻ്റെ രജിസ്ട്രേഷൻ ഉണ്ട്, പിന്നെ കുറച്ച് വർക്കുകളുണ്ട്, പിന്നെ ഒരു സ്റ്റാഫിനെ കണ്ടെത്തണം, അങ്ങനെ കുറേ കാര്യങ്ങളും കൂടെ ഉണ്ട്. എടിപിടി എന്ന് പറഞ്ഞാൽ തുടങ്ങാൻ പറ്റില്ലല്ലോ. അതൊക്കെ അതിനുള്ള വഴിയെല്ലാം കണ്ടെത്തിയാ? വഴി ഉണ്ടാകാൻ മതിയോ? കാശ് വേണ്ടേ? കാശ് വരും, ഉണ്ടാവും. നീ ഇവിടെ ഇരുന്നാ മതിയാ? നീ അന്വേഷിച്ച് പുറത്തോട്ട് ഇറങ്ങ്. നീ എന്നെ ചൊറിയാൻ പറഞ്ഞാണോ? ആണോ? അതെ, എനിക്ക് നിന്റെ സഹായം വേണ്ട. ഏമാന്റെ സഹായം വേണമെന്നുള്ളപ്പോൾ ഞാൻ ചോദിച്ചോളാം, അപ്പൊ പറ്റിയ സഹായിച്ചാൽ മതി. എടാ, എന്റെ പെങ്ങളും കുട്ടികളും നിന്റെ ഉടനെ ജീവിക്കുന്നത്. നാളെ അവരുടെ ഭാവി എന്താവുന്നൊരു ആശങ്ക എനിക്കുണ്ട്. അയ്യോ, വിളിച്ചോണ്ട് പൊയ്ക്കോ, എന്നിട്ട് ആശങ്ക തീരുമ്പോ ഇങ്ങോട്ടാക്കിയാ മതി. ഓ, വലിയ ആശങ്കക്കാരൻ വന്നേക്കുന്നു. ഞാനൊരു കാര്യം പറയാം, നീ വേറൊന്നും വിചാരിക്കണ്ട. നിന്റെ ഈ സ്വഭാവം മാറാതെ നീ ഒരു കാലത്തും ഗുണം പിടിക്കാൻ പോകുന്നില്ല. ശപിച്ചോടാ നീ, എന്നെ ശപിച്ചോ നീ. ഇത് തന്നെയാണ് ഞാൻ ഗതി പിടിക്കാത്തത്. എന്തെങ്കിലും ഒരു പരിപാടിയായിട്ട് ഞാൻ ഇറങ്ങുമ്പോൾ ആപ്പം നെഗറ്റീവായിട്ട് വരും. അതാണല്ലോ ഞാൻ നന്നാത്തത്. ഈ കുടുംബത്തിലെ എല്ലാം ഉണ്ടോ? ഒരെണ്ണമില്ല എന്നെ നന്നാണത് ഇഷ്ടമുള്ളത്. എന്തോന്ന് ഒന്നും പറയണ്ട. നീ വേണ്ട, ഞാൻ എഴുതേക്കാം. നെഗറ്റീവും. പിന്നെ ഞാൻ പലതും ഇങ്ങോട്ടാണ് ആ കൈ കിട്ടാ. നിനക്ക് എന്താണ് പ്രശ്നം? ഇത് 50,000 ഉണ്ട്. ഇപ്പൊ എന്റെ എത്രയേ ഉള്ളൂ. വേറെ ആരോടും പറയാൻ നിൽക്കണ്ട. നന്നായിരിക്കട്ടെ. കണ്ടുപഠിക്കൂ, ഇതാണ് സ്നേഹബന്ധം. അവയില്ലെങ്കിലും പണ്ടേ ഉപകാരിയാണ്. എന്തു ആടിയത്? അവിടെ ഒന്നുമില്ല, ഞാൻ വല അടിച്ചതാണത്. അപ്പൊ ഈ വീഴുന്ന എന്തുവാ? ഇതിന്റെ ഇതാണ്. അതിന്റെ പൊടി, ചൂലിന്റെ പൊടി വല്ല ഉണ്ടാകും. നീ ഇത് ഞാൻ പത്രം വായിക്കായിരിക്കും മുന്നുള്ള പരിപാടിയാണ്. നിർത്തി. അതൊന്നല്ല, നോക്ക് പൊടി പോണണ്ട. ഒരു പൊടി പോലും വീണില്ലല്ലോ. വീഴുന്നില്ലല്ലോ. അപ്പൊ ചേട്ടന്റെ കണ്ണ് പോയി ടെസ്റ്റ് ചെയ്യാതെ. നീ ചുമ്മാ അല്ല, ഒരു കാര്യം, ഞാൻ വല അടിച്ച സ്ഥലമാണത്. കഴിഞ്ഞ 2 മാസത്തിന് മുന്നേ. എടി നീ ഇന്ന് കാണിക്കാം. നീ ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് അടിച്ചിട്ടാണ്. ചേട്ടാ അങ്ങോട്ട് മാറി. ഞാൻ അടിച്ചതരാം. വേണ്ട 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 വേണ്ട, ഞാൻ അടിക്കുന്നില്ല. ഞാൻ താഴെ അടിച്ചു. ക്ലീറ്റോ ചേട്ടന്റെ ഓഫീസിന്റെ കാര്യം എന്തായോ എന്തോ. അതൊക്കെ അവന്റെ കാര്യം, അതിലൊക്കെ നമ്മൾ ഇടപെടാതിരിക്കുന്നതാണ് നല്ലത്. ലില്ലി, എന്തോ ഇതിന്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കി എങ്ങനെയുണ്ടെന്ന്.
ഉപ്പ് കറക്റ്റാ, പക്ഷെ പുളി ഇതിരി കൂടെ വേണം. ഓ അല്ല എടാ അവന്റെ കാര്യം എന്തായി നീ തിരക്കിയ? ഏട്ടനൊന്നും തിരക്കത്തില്ല. ഏട്ടനല്ലേ ഇപ്പൊ പറഞ്ഞത് തിരക്കണ്ടെന്ന് വെച്ചു. ഓ കാശ് എവിടെ നിന്ന് കിട്ടിയോ? അയ്യോ എടാ അയ്യോ എടാ നിന്റെ കാര്യം പറഞ്ഞ് നാക്ക് വായിലോട്ട് ഇട്ടതേ ഉള്ളു. എന്നെ പറ്റി വല്ല മോശം പറഞ്ഞ അയ്യോ അല്ലടാ എല്ലാം ശരിയായാ? ഏതാണ്ട് തോണി കടവത്തേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുന്നു. ഇനി കുറച്ച് പണിയും കാര്യങ്ങളും കൂടെ ഉണ്ട്. പൈസ ഒക്കെ റെഡി ആക്കിട്ടോ ചേട്ടാ? പൈസയൊക്കെ കാശൊക്കെ ഒപ്പിച്ചല്ലേ പറ്റുള്ളൂ. പിന്നെ ലിലിമോളെ ഞാൻ വേറെ നിന്റെ ഈ ഡാൻസ് ക്ലാസ്സിലേ അവിടെ നിനക്ക് എത്ര രൂപ കിട്ടൂടി? എനിക്കാ അതങ്ങനെ കൃത്യമായിട്ടൊന്നും പിള്ളേർ തരുന്നതനുസരിച്ചല്ലേ. ഞാനേ എന്തായാലും എനിക്കൊരു സ്റ്റാഫിനെ വെക്കണം, അവന് വലിയ ശമ്പളം കൊടുക്കണം. അപ്പൊ അത് വെളിയിൽ കൊടുക്കണമെന്ന് നമ്മളെ കുടുംബത്തിനകത്തുള്ള ഒരാളാണെങ്കിൽ അത് കുടുംബത്തിലോട്ട് വരുമല്ലോ ആ പൈസ. ഞാനിരിക്കാനോ? ഓ അയ്യോ അല്ല, അത് ഡാൻസ് പഠിപ്പിക്കുന്ന എനിക്ക് ഇഷ്ടമുള്ള കാര്യല്ലേ. എടേ ലാഭം ഉണ്ടാക്കാനിടത്ത് ലാഭം ഉണ്ടാക്കളിയാ. അവിടെ ഇരിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും അതറിഞ്ഞ് പ്രവർത്തിക്കാനും പറ്റുന്ന ഒരാളെ വെക്കുക. അപ്പൊ അതെ, നിനക്ക് പകുതി അതൊരു ജോലിയാവുള്ളൂ. സ്ഥിരം ഇരിക്കണ്ടേ അവിടെ? പിന്നല്ലേ? കുഴപ്പമില്ല, അങ്ങനെ പിന്നെ അങ്ങനെ ആവട്ടെ. ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഉദ്ഘാടനത്തിനാരാ? പാർട്ടിയിലെ 1-2 നേതാക്കളെയൊക്കെ ഞാൻ ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുന്നുണ്ട്. പിന്നെ ഒപ്പം ഏതെങ്കിലും ഒരു സിനിമ താരത്തെയോ സീരിയൽ താരത്തെയോ അങ്ങനെ ആലോചിക്കുന്നുണ്ട്. അല്ല മക്കളെ, പാർട്ടിക്കാരും വേണ്ട, സിനിമ നട മതി, നമുക്ക് നേരിട്ട് കാണാമല്ലോ. അതെ, സിനിമയിൽ അഭിനയിക്കണോ? നോക്കട്ടെ, എന്തായാലും ചെയ്യാം. അമ്മാവ ഇങ്ങോട്ട് വന്നോ? ഇങ്ങോട്ട് വന്നില്ല. ആണോ? അമ്മാവനെ ഞാൻ വിളിച്ചിരുന്നു, ചിലപ്പോ ഉച്ച കഴിഞ്ഞ ഇങ്ങോട്ട് വരും പറഞ്ഞിട്ട്. ആണല്ലേ? ഞാനേ കുറച്ച് അവിടെ പണിക്കാർ നിൽക്കുന്നത്, അപ്പം ബാക്കി പരിപാടികളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ. ചായ വല്ലതും വേണോ? ഒന്നും വേണ്ട. അമ്മ ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് ഇവിടെ വന്നി. അയ്യോ ദൈവമേ, അതാ ഡീ പിടിച്ചിട്ടുണ്ടാവും. മോനെ അത് ഉള്ള പെയിന്റിലൊക്കെ ബാക്കി അങ്ങ് ഫിനിഷ് ചെയ്താൽ മതി. ഇനി പെയിന്റ് വാങ്ങണ്ട. മതി അതിലങ്ങ് തീർത്തോ. ഓ അതെന്നാ അവിടെ ഇനി പെയിന്റ് ഒന്നും അടിക്കണ്ട. ഒന്നാമത് ഓഫീസ് മുറി അത് വലുപ്പം കുറവുണ്ട്, കുറച്ചുകൂടി വലിയ മുറി വേണ്ടതായിരുന്നു. തൽക്കാലം അങ്ങനെ പോട്ടമ്മാവാ. ഞാൻ മിക്കവാറും ക്ലൈന്റ് മീറ്റിംഗ് ഒക്കെ ആയിട്ട് പുറത്തായിരിക്കും. പിന്നെ ആ സ്റ്റാഫ് മാത്രമല്ലേ ഉള്ളൂ. അത് മതി, നമുക്ക് മാറാം. പിന്നെ എപ്പോഴേലൊക്കെ അടുത്ത് വേറെ ഓഫീസിലോട്ട് മാറാം. പിന്നെ നല്ല സമയം നോക്കിയിട്ട് വേണം കയറട്ടെ. ഈ ഗുളികന് രാഹുള്ള സമയത്തൊന്നും കടവർക്കരുത്. എനിക്കറിയാം. ഈ ഉദ്ഘാടനത്തിന് സിനിമാ നടൻ വരാൻ പറഞ്ഞത് ശരിയായി. അത് സംസാരിച്ചു. പക്ഷേ പുള്ളിയുടെ ചെറിയ സാമ്പത്തികമായിട്ടുണ്ട് ഒരു ചെറിയ ഇതിൽ നിൽക്കുന്നത് ശരിയാവും. സത്യം പറ, എനക്ക് ഈ ഓഫീസ് തുടങ്ങും കാശ് അവിടെ നിന്ന് കിട്ടും. ബ്രഹ്മാവിനാണോ ആയുസിന് പഞ്ഞം? അതൊത്ത്. പിന്നെ ഇനിയെങ്കിലും അടങ്ങി ഒതുങ്ങി ഉത്തരവാദിത്വത്തോടെ സ്ഥാപനമാണ്, അത് തുറന്ന് ജീവിക്കാൻ നോക്ക്. മകളെ കെട്ടിച്ചു കൊടുക്കാറോ മറക്കരുത്. ഒന്നും പറഞ്ഞ് പേടിപ്പിക്കില്ല. അതൊക്കെ അങ്ങ് സമയം നടക്കുമല്ല. ഇതാരെ വരുന്നത്? എന്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളാണോ നിങ്ങള്? എന്റെ കൂട്ടുകാരെങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങിയിട്ട് ഇപ്പോഴാ വരുന്നത്? എന്റെ അമ്മ എന്തൊക്കെ പറഞ്ഞാലേ അലയില്ലാത്തോണ്ട് നമുക്ക് ഭയങ്കര വിഷമാ. എപ്പോഴും അളിയന്റെ വിചാരം നമുക്കുള്ളൂ. അതല്ലേ പെട്ടെന്ന് ഓടി വന്നത്. എപ്പോഴേലും എപ്പോഴും വന്നല്ലോ. കൂടെ നടന്നല്ലേ. എന്നാ പിന്നെ നിങ്ങൾ സംസാരിക്കും. ഞാനോട് പോട്ടെ, ആ സുരേഷിന്റെ അടുത്തേ ചീര കഴിഞ്ഞു നോക്കട്ടെ. ഇവരാണ് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ട്. ഇവിടെ തണലുണ്ടല്ലേ. അപ്പുറത്തെ അവിടെ ഒരു കടയുണ്ടായിരുന്നു, പക്ഷെ അവൻ തുറന്നിട്ടില്ല. അല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ചായ വെള്ളമോ കുടിച്ച് അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറയായിരുന്നു. നല്ല ചൂടാ. പാർട്ടി പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? പാർട്ടി പ്രവർത്തനം അളിയൻ ഇല്ല എന്തോ നല്ലയാ പാർട്ടി പ്രവർത്തനം. എന്നെ സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാണെന്ന് എനിക്ക് മനസ്സിലായി. വേണ്ട, ഞാൻ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ ഇത് പാർട്ടിയുടെ പരിപാടിക്കൊന്നും പോകണില്ലേ? എന്റെ അളിയെ പോകുന്നുണ്ട്, അത് യാന്ത്രികമാണത്. അളിയനുള്ളപ്പോ അങ്ങനെയാണോ? അത് നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് ഇറങ്ങുന്നത് അല്ലേ. ഇപ്പൊ പിന്നെ നമ്മൾ അതിനകത്ത് അങ്ങ് പെട്ടുപോയി, ചെയ്യാണ്ടിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പോന്ന് വരുന്ന ആ ഒരു രീതിയായി പോയി. അളിയനുള്ള ഒരു സുഖമില്ലല്ലേ. പുതിയ നേതാവ് വന്ന അടുത്ത ആഴ്ച എത്തും. ഓ ശരി, വന്നില്ല അപ്പൊ ഇതുവരെ. എന്തായാലും നേതാവിനോട് കാണിച്ച് വല്ലാത്ത ചതിയായി പോയി. എന്ത് എന്റെ നടരാജ, അത് എന്നെ സംബന്ധിച്ച് അതിപ്പോ ഒരു അടഞ്ഞ അധ്യായമാണ്. എന്റെ മനസ്സിൽ ഇപ്പൊ എന്റെ ഹെൽപ്പും അതിന്റെ പ്രവർത്തനങ്ങളും അത് മാത്രമേ ഉള്ളൂ. എന്റെ പൊന്നു കൂടപ്പുറപ്പേ, നാട്ടുകാരെ മുഴുവനും വിളിച്ചു കൂട്ടി ഇത് അറിയിച്ച് നടത്താനേ എന്റെ കല്യാണം അല്ല, അടഞ്ഞു കിടന്ന ഒരു കടയുടെ റീ ഓപ്പണിംഗ് ആണ്. ഈ ഓപ്പണിംഗ് ആയാലും എന്തൊരു ഓപ്പണിംഗ് ആയാലും കുടുംബക്കാരെ ഒഴിവാക്കിക്കൊണ്ട് അങ്ങനെ ഒരു പരിപാടി ചെയ്യേണ്ട കാര്യമില്ലല്ലോ. റോസ്മേരി എത്ര പ്രാവശ്യം വിളിച്ച് പരാതി പറഞ്ഞല്ലോ. ക്ലീറ്റോണിന്റെ ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ. റോസ്മേരി അറിയിക്കാത്തതാണ് പ്രശ്നം. അത് മാത്രമല്ല, അല്ല, റോസ്മേരി ഞാൻ വിളിച്ചു പറയാം. വിളിച്ചു പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഒട്ടക്കുന്ന മേരിക്കുഞ്ഞം വെച്ച് ഒരാഴ്ച മുമ്പ് ഡ്രസ്സ് എടുത്തിട്ട് ഒരുങ്ങിയിരിക്കുക ഇങ്ങോട്ട് ഒന്ന് സിനിമ നടനെ കാണാൻ വേണ്ടി. അവരും ഇന്നലെ വിളിച്ചു പറഞ്ഞു. ക്ലീറ്റോ വച്ചമ്പി ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. റോസ്മേരി എന്നെ ഇപ്പൊ വിളിച്ചു വെച്ചേ ഉള്ളൂ. അവരെയൊക്കെ ഒന്ന് വിളിച്ചാൽ എന്താ ക്ലീറ്റോ?
തങ്ക ഞാൻ ഒന്നാമത് എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ പോലും ഞാൻ വിളിച്ചിട്ടില്ല. പിന്നെ ഈ കണ്ട ആളുകൾ വിളിച്ചു കൂട്ടത് അങ്ങനെ വലിയൊരു ആഘോഷമാക്കാനൊന്നും അല്ലല്ലോ. ഇനിയിപ്പോൾ റോസ്മേരിയെ ഞാൻ വിളിച്ചോളാം. അല്ല ഇതാരാണ് ഇവരെയൊക്കെ അറിയിച്ചത്? എന്തിനെന്നെ നോക്കണേ? ഞാൻ ആരും അറിയിച്ചിട്ടുമില്ല, വിളിച്ചിട്ടുമില്ല. നിങ്ങളുടെ പെങ്ങളായിരിക്കും. അവള് അങ്ങോട്ട് വിളിക്കണുണ്ടായി കൊടുങ്ങാവിളിക്ക്. ഓക്കെ, അവളോട് ഞാൻ 2 വർത്താനം പറഞ്ഞിട്ട് അവളോടൊന്നും പറയണ്ട. ഫാമിലി ഗ്രൂപ്പിനകത്ത് വോയിസ് ഇട്ടതാ. ലില്ലിയ അല്ല, പിന്നെ ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. നിനക്ക് എന്തിന്റെ കുഴപ്പമാടാ? ഉപകാരം ചെയ്തില്ലല്ലോ ഉപദ്രവിക്കരുത്. അത് മച്ചമ്മയ്ക്ക് ഒരു ഇതായിക്കോട്ടെ എന്ന് കരുതിയിട്ടില്ല ഞാൻ ചെയ്തത്. എന്തായിക്കോട്ടെ? നല്ല ഇതായി. ആയിക്കോട്ടെ എന്ന് കുറച്ചുകൂടെ പേര് കിട്ടും. ഒരു സ്ഥാപനം ഉണ്ടെങ്കിൽ പരസ്യമാവും, 10 പേര് വരും. ഞാന് കാഞ്ഞിരംകുളത്തെ കൊച്ചപ്പച്ച. കൊച്ചപ്പച്ച അത് അങ്ങനെ ആരെയും വിളിച്ചിട്ടുള്ളൊരു പരിപാടി അല്ല. ചെറിയൊരു ഇത് അല്ല കൊച്ചപ്പച്ച വിചാരിക്കണോ? അല്ല, ഞാൻ പറയണമെന്ന് ഹലോ 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 കട്ട് ചെയ്ത് നല്ല പറയണത് കേൾക്കാൻ പോലും നിന്നില്ല. എടാ പൊന്നു കൂടപ്പറപ്പേ, നിനക്ക് ഞാൻ എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ? ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇപ്പൊ തന്നെ ഗ്രൂപ്പിൽ ഒരു വോയിസ് കൂടെ എല്ലാവരും വിളിച്ചു വരാം. മച്ചമ്പി കാര്യത്തിൽ നിരപരാധിയാണ്. തീർന്നേ. ഞാൻ എന്താടാ കൊലപാതകയാ നിരപരാധി എന്ന് പറയാൻ? നീ ഒന്നും ചെയ്യണ്ട, നീ ഇത് മിണ്ടാതെ നിൽക്കോ? ഉന്തേ അത് വിട്, കഴിഞ്ഞല്ലോ. എന്ത് കഴിഞ്ഞു? എന്തായി കാര്യങ്ങളൊക്കെ? എന്തായി? ഞാൻ ഉച്ച കഴിഞ്ഞ് ഫ്രീയാ. അല്ല, നോട്ടീസോ ഫ്ലക്സോ ഒക്കെ ഇറങ്ങണമെങ്കിൽ എന്റെ സഹായം തേടാം. ഒന്ന് ഞെക്കി കൊന്നു തരാമോ? അങ്ങനെ തങ്ങിക്കൊള്ളത് വർത്താനൊന്നും പറയരുത്. നിങ്ങൾക്ക് ഒരു ലടിയിൽ വരെ വീഴാതെ ഞാൻ കൂടെ നടക്കുവോ? ഞാൻ ഞെക്കി കൊല്ലാനോ? ഓ എന്റെ പൊന്നെ, എനിക്കൊരു ഞാൻ പോയേക്കാം. നിങ്ങൾ ചിരിക്കും. നിങ്ങൾക്ക് ചിരിച്ചങ്ങ് മതിയാവും. അല്ലാതെ അവൻ എന്തോ ഒരു സന്തോഷം കൊണ്ട് ചെയ്യണല്ലേ, വിട്ട് കളി. ഭയങ്കര സന്തോഷം തന്നെ. അവന്റെ സന്തോഷമാണ് ഇപ്പൊ എനിക്കിനിപ്പോ ചെവി തലയാക്കാൻ വയ്യാണ്ടായി. ഹലോ, അതെ ഇട്ട് സാർ ആണ്. ആ ആ ആ ആ ശർമിള. ഓ വൈകുന്നേരം ഞാൻ ഇപ്പം ഇച്ചിരി തിരക്കാണ്. ഒരു 4 മണിക്ക് ശേഷം ഒന്ന് നേരിൽ കാണാൻ പറ്റുമോ? ആ ഞാൻ വിളിച്ചു പറയാം. ആ ശരി. ഓ ഓക്കെ. മറ്റേ സ്റ്റാഫിന് വേണമെന്ന് പറഞ്ഞില്ലേ, അൻസാറിന്റെ അടുത്ത് പറഞ്ഞിരുന്നല്ലോ. അവന്റെ വകയിൽ വരുന്നത് ഷർമിള. ആ ഷർമിളേനും കുറുമിളേനൊക്കെ വെക്കണത് കൊള്ളാം. പൈസയൊക്കെ പറഞ്ഞ് തീരുമാനിച്ചിട്ട് വെക്കണം. പിന്നെ സംസാരിക്കാം. ഒരു 10,000 രൂപ കൊടുക്കാം. 10,000 രൂപയോ? കൂടിപ്പോയാ? ഞാനൊരു 8 രൂപ മനസ്സിൽ കണ്ടത് ഒരു 10 മാന്യമായിട്ട് കൊടുക്കണമല്ലോ. ക്ലീറ്റോ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ മാക്കെന്ന് പറഞ്ഞിരിക്കണം. ഒരു 12 രൂപയെങ്കിലും കൊടുക്ക്. 12? ആ എന്തിന്? 10 രൂപ ഇപ്പൊ എന്തിനുണ്ട്? നമ്മൾ ആദ്യം 10 തുടങ്ങാം, പിന്നെ കുറേശ്ശെ 500 ഒക്കെ വെച്ച് മാറ്റി കൊടുക്കാം. ഒറ്റ അടിക്കട് തലേ വെക്കണ്ട, അത് ശരിയാവൂല. ആ പിന്നെ മറ്റേ എന്താണ്ട് സിനിമാ നടന്മാര് വരും എന്ന് പറയുന്നത്? വരും, എന്റെ പ്ലാനിങ്ങിലാണ്, ചർച്ചകളാണ് നടക്കുന്നുണ്ട്. കൊറേ പൈസ ആവൂലേ അവർക്ക്? കുറച്ച് പൈസ കൊടുക്കണം, പിന്നെ കുറെയൊക്കെ നമ്മുടെ ബന്ധത്തിന്റെ പുറത്ത് വരും. സർപ്രൈസ് ആണല്ല. എന്തായാലും കൊടങ്ങാവിളൊക്കെ പറഞ്ഞേക്കിട്ടാ. ആ കൊടുങ്ങാവിളയൊക്കെ ലോകം മുഴുവൻ അറിയാം. നീ ഭക്ഷണം എടുത്തേക്ക്, ഞാൻ ഒന്ന് കുളിച്ചിട്ട് പോയി, നല്ല വിശപ്പുണ്ട്. നീ ആ കൊച്ചിനെ തള്ളി ഇട്ടിട്ടേ അവ അടങ്ങത്തുള്ളൂ. നീ കേട്ടോ അമ്മ പറഞ്ഞ കേട്ടോ? നീ കൊച്ചിനെ തള്ളി ഇട്ടിട്ടേ ഇനി അടങ്ങുള്ളൂന്ന്. ഞാൻ തള്ളിയിടത് എന്റെ പെണ്ണിനെ. നിങ്ങളൊക്കെ അറിഞ്ഞായിരുന്നാ വി ഹെൽപ്പ് ഉദ്ഘാടനം ചെയ്യാതോ സിനിമാ താരങ്ങളാണ് വരുന്നതാണ് കരക്കാര് പറയുന്നത്? ആണെന്നാ തോന്നുന്നത്. ക്ലീറ്റോ ചേട്ടൻ ആരോടൊക്കെയോ ഫോണിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും പിന്നെ ഒരു പരിചയമില്ലേ ക്ലീറ്റോ ചേട്ടന്? ഞാൻ നാമ്പ്രത്തല ദേവിക്ക് ഒരു പൂജ നേർന്നിട്ടുണ്ട്. എന്തിനാ? ഉദ്ഘാടനമായിട്ടാ? പണ്ട് മുതലേ വലിയ വലിയ ആൾക്കാരെയൊക്കെ അറിയാൻ ക്ലീറ്റോ വെക്കാം. അതുകൊണ്ട് ചിലപ്പോ ആയിരിക്കും വരും. പക്ഷെ ആരാന്ന് പറയാത്ത എന്താ? അതറിയത്തില്ല, ചിലപ്പോ ഫിക്സ് ആയിട്ടുണ്ടാവത്തില്ല. ഇതെങ്കിലും ഒന്ന് നന്നായാ മതിയായിരുന്നു എന്റെ പൊന്നെ. അല്ല, ഇതിനൊക്കെ ഉള്ള കാശ് എവിടെ നിന്ന് കിട്ടിയതാ ഞാൻ ആലോചിക്കണത്. അല്ല, ഈ ഭാഗീരഥി വന്നം കൊടുക്കുന്നാണല്ലോ പറയുന്നത്. പിന്നെ ഇവനല്ലേ ആള്, എങ്ങനെ പൈസ ഒപ്പിക്കാം? ഓ എന്തായാലും അവൻ പാർട്ടിയിൽ നിന്ന് മാറിയത് നന്നായി. ഇനിയെങ്കിലും പണിയെടുത്ത് ജീവിക്കുമല്ലോ. അത് സത്യം. അതാണ് ഇത് നേരത്തെ എന്തുകൊണ്ടാ പാർട്ടിക്കാര് പുറത്താക്കിയല്ലേ? അല്ല, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മാല കെട്ടണ്ടേ? അല്ല, അത് കേട്ടാ, അതെല്ലാം ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. അമ്മാവനാണ് പാർട്ണർ. എന്ത് വർത്താനാണ്? അവൻ നാളെ ഒരു കട തുറക്കുമ്പോ ഞാൻ അടുത്ത് വേണ്ടേ? അല്ലേ, എന്റെ പാർട്ണർ ആയിക്കോളൂ. പാർട്ണർ മാത്രമല്ല, എന്റെ മാർഗദർശിയും എന്റെ എല്ലാം ആണ്. അവിടെ എല്ലാം ആയോ?
ഏതാണ്ടൊക്കെ എല്ലാം ആയി. ഇനി കുഞ്ഞു 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 പരിപാടികൾ, ഇച്ചിരി ബലൂൺ കെട്ടണം. ഈ പോക്കറ്റിൽ കിടക്കുന്ന സാധനം എന്തിനുകൊണ്ട് കിടക്കണത്? എത്ര പ്രാവശ്യം വിളിച്ച്. അതെ, ഈ വാലിലെ തീ പിടിച്ച പോലെ ഓരോ പരിപാടിക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോ എന്റെ ഫോൺ എടുത്ത് സംസാരിക്കാനാ സമയം. പറഞ്ഞ ഇവക്കറിയോ? വീട്ടിലിരിക്കണവർക്ക് അതുമല്ല അറിയണോ? അങ്ങോട്ട് വരണ എന്തെങ്കിലും സഹായം വേണോന്ന് അറിയാൻ വിളിച്ചോണ്ടിരിക്കുന്നത്. എല്ലാം ഓക്കെ ആണ് ഇതുവരെ. അല്ല ഡാഡി, നമ്മളെ ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാനേ അതിൽ സിനിമ തന്നെയാണോ പറഞ്ഞത്? വിജയ വിജയ്ക്കും മേലെ, അതുക്കും മേലെയുള്ള ആളാ. നാളെ വരുന്നവർക്ക് എന്തോ കൊടുക്കണത്? ഇങ്ങനെ വരാനൊന്നും ആരുമില്ല. എല്ലാം കൂടെ ഒരു 50-100 പേർക്ക് അകത്തേ ഉള്ളു. വേണ്ട, അവർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? പിന്നെ അത് കുറച്ച് മിഠായി, ചോക്ലേറ്റ് എന്തെങ്കിലും മേടിച്ചു കൊടുക്കാം. അയ്യേ, എന്താ മിഠായി കൊടുക്കാന്ന് വരുന്നവർക്ക് മോശം. അത് വേണ്ട. ഒരു കാര്യം ചെയ്തോ, അവിടെ വരുന്നവർക്ക് എന്റെ വക ലഡു. ഇനി ഭാര്യ ഒന്നും തന്നില്ല എന്ന് വേണ്ടല്ലോ. മെമ്പറും ഒക്കെ അല്ലേ ഞാൻ. പിന്നെ ലഡു മെമ്പറൊക്കെ ആയിക്കോട്ടെ. അതെ, നല്ല ക്ഷീണമുണ്ട് എനിക്ക്. അമ്മാവന് കുറെ അലഞ്ഞ് ഞങ്ങള്. എനിക്കൊന്ന് കുളിക്കണം, വല്ലതും കഴിക്കണം, കിടക്കണം. അമ്മാവനും കാണും. അത് തന്നെയല്ലേ രാവിലെ നേരത്തെ പോണ്ട. രാവിലെ ഇനി ഇട്ടിട്ട് പോകാനൊക്കെ ഉള്ളതാ. വാടാ ബാ പോട്ടെ. നാളെ പഠിക്കാം ബാക്കി. അമ്മ രാവിലെ എഴുന്നേൽക്കണം കേട്ടോ. രാവിലെ അമ്മാവന് ചോറെടുത്ത് വെക്കട്ടെ. കുളിക്കണം, ഒന്ന് കുളിക്കണം. എന്നേ കുളിക്കണക്ക് തെറ്റൊന്നുമില്ല. നല്ല കട നന്നായ നന്ന് ഉണ്ടായിരുന്നു. പാട്ടുകാരന് വരില്ലേ? എല്ലാരും വരും. പിന്നെ എന്തായാലും വിളിച്ച സന്തോഷം. കുഴപ്പമില്ല, വന്നെങ്കിൽ സന്തോഷമായിരുന്നു. എന്താ അമ്മ ഇത്ര നേരം എവിടെ പോയി കിടന്ന്? ഞാൻ രാവിലെ പോയാലേ അവിടെ നേരത്തെ വരണ്ടേ? അമ്മ ഇവിടെ തന്നെ അല്ലേ ഉള്ളത്? അമ്മ എങ്ങനെയുണ്ട്? കൊള്ളാമോ? കെറ്റിലെ ചായക്ക് റെഡി ആക്കി. അതല്ലേ വരാനുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ട്. തീർന്നില്ലേ? ഓ, എമർജൻസി എക്സ്ട്രാ ഉണ്ടല്ലോ. അത് അടയ്ക്കണം. എങ്ങനെയുണ്ട്? സെറ്റപ്പ് ഒക്കെ അല്ലേ? എന്നിട്ട് വന്നാടാ. ഓ, രാഹുകാലം കഴിയാറായി, സമയമായി. എന്റെ സിനിമാ താരം അവിടെ ഉദ്ഘാടനം ചെയ്യണ്ടേ? വരും അമ്മാവ. സിനിമ ഹാട്ടനൊക്കെ എത്തും. സമയം എത്തും. ഇനി സമയമുണ്ടല്ലോ. നമ്മള് വിളിക്കാനങ്ങനെ പോണോ? ഒന്നും വേണ്ട, പുള്ളി എത്തിക്കോളാം. ഇപ്പൊ ആളാരാന്ന് സസ്പെൻസ് പറയണില്ല അവനെ. എന്തായാലും നല്ല ഐശ്വര്യമുണ്ട്. ചെറിയ ചാറ്റൽ മഴയുണ്ട്. നല്ല ഐശ്വര്യമാണ്. ഓക്കെ അല്ലേ? വിളിക്കുന്ന ഹലോ. കണ്ടാ ആ, ഓ, എത്താൻ പറ്റൂല. കുഴപ്പമില്ല. ആ, പ്രാർത്ഥിച്ചാ മതി. ഇല്ല, ഉദ്ഘാടനത്തിന് സമയമാവണേ ഉള്ളൂ. ആ, പിന്നെ എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കാൻ മറക്കണ്ട. ആ, ശരി ഏട്ടാ, ശരി. ഫോട്ടോസൊക്കെ ഞാൻ അയച്ചു തരാം. ശരി. കണാരേട്ടൻ നമ്മുടെ ഒരു വേണ്ടപ്പെട്ട ആളാ. പിന്നെ സിനിമ നടനാരാന്ന് ഇപ്പോഴും പറയണില്ലോ. ഒന്ന് അടങ്ങാം. എല്ലാം അമ്മയ്ക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോ? അമ്മ കുടിക്കാൻ വല്ലതും വേണോ? ഓ, ഇപ്പൊ ഉദ്ഘാടനം നടക്കട്ടെ. സമയമുണ്ട്. നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ചായയും മുമ്പ് ചെയ്യണം കേട്ടോ. ഓ, എല്ലാം ഉണ്ട്. അതെല്ലാം എനിക്കറിയാം. ആ സിനിമ നടൻ എവിടെ എത്തിയെന്ന് ഓ, എന്റെ ലില്ലി മോളെ, ഇനിയിപ്പൊ ഇച്ചിരി സമയമല്ലോ. അതൊക്കെ വരും സമയമാകുമ്പോ. സാറേ, ഞാൻ ഇവിടെ എത്തി സാറേ. ആ, ശരി സാറേ. അപ്പൊ കൂടെ സാറിനെ കാക്കണ്ടാണ്. കാര്യം ഞാൻ ഡൽഹിയിൽ നിന്ന് പുതിയ നേതാവ് വന്നിട്ടുണ്ട്. സാർ അതിന്റെ തിരക്കിലായി. എല്ലാ രാഷ്ട്രീയക്കാരും അങ്ങനെ തന്നെ. എനിക്കിപ്പോ എന്റെ വേണ്ടപ്പെട്ട എല്ലാരും കൂടെ ഉണ്ടല്ലോ. മതി, നമുക്കത് തന്നെ ധാരാളം. എല്ലാരും ഉണ്ടല്ലോ. ആ, ശർമ്മളെ വാ. ശർമ്മിള നമ്മുടെ പുതിയ ഓഫീസ് സ്റ്റാഫാണ്. എല്ലാരെയും കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞുവെങ്കിലും ഇത് തങ്കം, ഭാര്യ ഭർത്താവ്. അത് പെങ്ങള് ലില്ലി. അത് ഞങ്ങളെ നെയ്ബറാണ് സുലു. ഇത് അമ്മ. ഇത് എന്റെ അമ്മായി. ഇത് അളിയൻ. അത് സുലുവിന്റെ നെയ്ബർ ആ നിൽക്കുന്നത്. ഇതാണ് അമ്മാവൻ. അനിയൻ റൊണാൾഡ്. പിന്നെ
അൻസാർ നടരാജന്റെ അവരെ കുറിച്ച് ഞാൻ കുറെ പറഞ്ഞ് കേട്ടിട്ടല്ലോ, എല്ലാവരും ഒക്കെ എത്തി. അപ്പൊ എന്തായാലും ഇനി പിന്നെ നമുക്ക് വൈകിക്കണ്ട അല്ലേ? തുടങ്ങാം. അപ്പൊ അല്ല സിനിമ നടനൊക്കെ വരും. അമ്മ ഇങ്ങോട്ട് വന്നേ ചേച്ചി നെല്ലി വാടി ഇവന് എന്തും ഭാവിച്ചിട്ടേ ഇത് വിജയിക്കഴിഞ്ഞിട്ട് തന്നെ. ഏട്ടന് അത്രക്കും അങ്ങോട്ട് അഭിനയിക്കൊന്നും വേണ്ട. ക്ലീറ്റോ ചേട്ടന ഇതൊക്കെ തുടങ്ങാനുള്ള പൈസ എവിടെ നിന്ന് കിട്ടിയത്? സ്വർണം പുതുക്കി വെച്ചല്ലേ? ഞാൻ കണ്ട് റെസിപ്റ്റ്. വാ 2 മിനിറ്റ് ഒരു ചെറിയ കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. ഇവിടെ കൂടിയിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ നമസ്കാരം. എന്നെ സംബന്ധിച്ച് ഒരു പുതിയ അധ്യായം ഇന്നിവിടെ തുറക്കപ്പെടുകയാണ്. അതായത് എൻ്റെ വി ഹെൽപ്പ് എന്ന് പറയുന്ന സംരംഭം നമ്മുടെ നാടിന് വേണ്ടി നിന്ന് സമർപ്പിക്കുകയാണ്. അപ്പോൾ ഈ നാടിനെ സംബന്ധിച്ചുള്ള എനിക്ക് നാട്ടുകാരോട് പറയാനുള്ളത്, ഇവിടെ കൂടിയിരിക്കുന്നവരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് എന്താവശ്യം വി ഹെൽപ്പുമായി ബന്ധപ്പെട്ട എന്താവശ്യമുണ്ടെങ്കിലും ഏത് പാതിരാത്രിയും ഒരു മടിയും കൂടാതെ എൻ്റെ ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അത് നല്ല രീതിയിൽ അത് പരിഹരിച്ചു തരുമെന്ന് ഞാൻ ഈ അവസരത്തിൽ ഉറപ്പ് നൽകുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് വൈകിക്കണ്ട, ഉദ്ഘാടനത്തിലേക്ക് കടക്കാം. സിനിമ വരുന്നുണ്ടോ ഇല്ലെന്നുള്ളത് വിളിച്ചു ചോദിക്കപ്പെട്ട അല്ല, ഉദ്ഘാടനം ചെയ്യാൻ ആൾ ഇവിടെ എത്തിയിട്ടുണ്ടല്ലോ. ഉണ്ട്, ആളുണ്ട്, അതൊക്കെ ഉണ്ട്. എവിടെയാണ് അമ്മ വാ, എഴുന്നേക്ക്, വന്നേ. എൻ്റെ ഈ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നമ്മുടെ പ്രിയപ്പെട്ട അമ്മ നിർവഹിക്കും. ഇതിലും വലിയൊരു സൂപ്പർ സ്റ്റാർ ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളെയൊക്കെ സംബന്ധിച്ച് നമ്മുടെ അമ്മ തന്നെയാണ് ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ. അതുകൊണ്ട് എൻ്റെ വി ഹെൽപ്പിന്റെ ഉദ്ഘാടനം അമ്മ നിർവഹിക്കും. അമ്മ. മക്കളെ, നല്ലത് ചെയ്യുന്നവർക്ക് നല്ലതേ വരൂ. ദൈവമേ, എൻ്റെ കുഞ്ഞിന് എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും കൊടുക്കണേ. ഇനിയിപ്പോ എവിടെ നടമുറിക്കാം അമ്മ. അമ്മ ഐശ്വര്യമായിട്ട് ഐശ്വര്യമായിട്ട് എല്ലാരും. മക്കളെ ലില്ലി ചേച്ചി വാ. കനക മക്കളും കൂടെ പിടി. അല്ല അവൻ ചേച്ചി പിടിക്ക്, ചേച്ചി കൂടെ പിടി. അല്ലേ വലത്ത് കാണിച്ചു അമ്മ കയറുന്നു. Audience.